ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം എന്ന് പറയുന്നത് ടീം മാസ്റ്റർ മൈൻഡ് ഫോർമേഷനാണ്. ടീമിനെ എങ്ങനെ ഫോം ചെയ്യാം എന്നാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ടീം ഫോം ചെയ്താൽ മാത്രം പോരാ, അതിനെ ഒരു മാസ്റ്റർ മൈൻഡായിട്ട് ക്രിയേറ്റ് ചെയ്യുക കൂടി വേണം. അതിനുവേണ്ടിയാണ് ടീം മാസ്റ്റർ മൈൻഡ് ഫോർമേഷൻ നമ്മൾ ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ 5 കാര്യങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 5 steps ഫോർ ഫോമിങ് എ ടീം: വിഷൻ, ക്ലാരിറ്റി, ട്രസ്റ്റ്, സിസ്റ്റംസ് ആൻഡ് റിസൾട്ട്സ് അനാലിസിസ്. ഈ 5 കാര്യങ്ങൾ ആണ് ഈ ഒരു ടീം മാസ്റ്റർ മൈൻഡ് ഫോം ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഓർഡിനറി ടീമാണെങ്കിൽ അതിന് റിസൾട്ട് ഉണ്ടാക്കാനുള്ള ശേഷി കുറവായിരിക്കും, കൺഫ്യൂഷനായിരിക്കും, കെയോസ് ആയിരിക്കും, സിസ്റ്റം താറുമാറായ അവസ്ഥയായിരിക്കും. പക്ഷേ നമ്മളൊരു മാസ്റ്റർ മൈൻഡായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ വലിയ റിസൾട്ടാണ് നമുക്ക് കൊണ്ടുതരുന്നത്. ആദ്യം നമ്മൾ ഒരു ആമുഖമായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. സാധാരണ ഒരു ടീം മാസ്റ്റർ മൈൻഡായിട്ട് നമ്മൾ എങ്ങനെ മാറ്റിയെടുക്കാം, ഒരു ഓർഡിനറി ടീമിനെ എങ്ങനെ മാസ്റ്റർ മൈൻഡായിട്ട് മാറ്റിയെടുക്കാം അല്ലെങ്കിൽ ട്രാൻസ്ഫോം ചെയ്യാം എന്നാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ടീം 2 രീതിയിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെട്ട് കാണും. ഒന്ന് ഓർഡിനറി ടീം, രണ്ടാമത്തത് മാസ്റ്റർ മൈൻഡ് ടീം, മൂന്നാമത്തെ ഒരു അവസ്ഥയുള്ളത് ടീമേ ഇല്ല, ഒരു സ്ട്രക്ചറേ ഇല്ല എന്നുള്ള ഒരു അവസ്ഥയായിരിക്കും. ഇത് ഏറ്റവും അധികം വേഴ്സായിട്ടുള്ള ഒരു കമ്പനിക്കകത്തുള്ള ഒരു സ്ഥിതി വിശേഷമാണ്. ഏറ്റവും നല്ല ഒരു അവസ്ഥ എന്ന് പറയുന്നത് മാസ്റ്റർ മൈൻഡ് ടീമായിട്ട് ഒരു കമ്പനിക്കകത്ത് പ്രവർത്തിക്കുമ്പോൾ ഇൻ്റലക്ച്വൽ ക്യാപ്പബിലിറ്റീസ് പരസ്പരം ഷെയർ ചെയ്ത് അതിൻ്റെ മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഓർഡിനറി ടീമിനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. അതിൻ്റെ അലൈൻമെൻ്റ് ഉണ്ടാവില്ല. ഇങ്ങോട്ടാണ് പോകേണ്ടത്, എന്താണ് കമ്പനി അച്ചീവ് ചെയ്യേണ്ടത് എന്നതിനെപ്പറ്റി ഒരു അലൈൻമെൻറ്റ് മാനസികമായി പരസ്പരം എല്ലാ വ്യക്തിയും എല്ലാ ടീം അംഗങ്ങളും തമ്മിൽ ഒരു അലൈൻമെൻറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് ഒരു ഓർഡിനറി ടീമിൻ്റെ ഒരു പോരായ്മയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു ഓർഡിനറി ടീമിന് റിസൾട്ട് കുറവായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് പറയുന്നത് ഒരു മാസ്റ്റർ മൈൻഡ് ടീമിൻ്റെ പ്രത്യേകതകളാണ്. അപ്പം ഒരു മാസ്റ്റർ മൈൻഡ് ടീം എന്ന് പറയുന്ന ഒരു അസാധാരണമായ റിസൾട്ട് അതിന് കൊണ്ടുവരാൻ പറ്റും. 1+1 2 ചിലപ്പോൾ 10 20 ആയി മാറും. അപ്പോൾ 2-3 പേര് ഒരേ മാസ്റ്റർ മൈൻഡ് ഇൻ്റലക്ച്വൽ ക്യാപ്പബിലിറ്റിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർ സാധാരണ ഇൻഡിവിജ്വലി പ്രവർത്തിക്കുന്നതിനേക്കാൾ കൂടുതലുള്ള ഫലം കൊണ്ടുവരും. അതുമാത്രമല്ല മാസ്റ്റർ മൈൻഡ് ടീം എപ്പോഴും ഒരു സെൽഫ് മാനേജിങ് ടീമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ബേബി സിറ്റിംഗ് പോലെ ഓരോന്ന് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ സെൽഫ് റെഗുലേറ്റഡ് ആയിട്ട് അത് പ്രവർത്തിക്കുകയും സ്വയം പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ. 5 steps ഫോർമുല ടു ബിൽഡ് എ ഹൈ പെർഫോമൻസ് ടീം. അപ്പോൾ ഒരു ഹൈ പെർഫോമൻസ് ടീം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള 5 സ്റ്റെപ്സാണ് പറയുന്നത്. ഒന്നാമത്തേതാണ് വിഷൻ അലൈൻമെൻറ്റ്. കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ലക്ഷ്യബോധം എല്ലാവരും ഒരേപോലെ മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് വിഷൻ അലൈൻമെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഓരോ ടീം മെമ്പേഴ്സും ആ ടീം എന്തിനു വേണ്ടിയാണ് ഫോം ചെയ്യുന്നത്, എന്തിലേക്കാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിനുവേണ്ടി പ്ലാൻ ചെയ്യുകയും അതിനുവേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുമ്പോഴാണ് അസാധാരണമായ ആ റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ വിഷൻ അലൈൻമെൻറ്റാണ് ഒരു മാസ്റ്റർ മൈൻഡ് ടീമിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു ഷെയർഡ് വിഷൻ വേണം. എല്ലാ ഈ ടീമിനും മൊത്തത്തിലൊരു ഷെയർഡ് വിഷൻ വേണം, ഒരു ഷെയർഡ് ഗോൾ വേണം, ലക്ഷ്യം വേണം. എല്ലാവർക്കും ഈ ഒരു വിഷനും ഗോളിനെ പറ്റി വളരെ ക്ലിയർ ആയിട്ടുള്ള ഐഡിയ മനസ്സിലുണ്ടാകണം. എങ്കിൽ മാത്രമേ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുകയുള്ളൂ. ആൻഡ് പർപ്പസ് ക്ലാരിറ്റി, കളക്റ്റീവ് പർപ്പസ്
എന്നിവ ഉണ്ടായിരിക്കണം. ഇൻഡിവിജ്വൽ അജണ്ടയ്ക്ക് അമിതമായ പ്രാധാന്യം ഇല്ല. അപ്പോൾ ഇതെല്ലാം തന്നെ ടീമിനെ ഒരു പ്രത്യേക ഡയറക്ഷനിലേക്ക് നയിക്കും. അപ്പോൾ ഇതാണ് വിഷൻ ക്ലാരിറ്റി എന്ന് പറയുന്നത്. വിഷൻ ക്ലാരിറ്റിയിൽ നമ്മൾ എല്ലാവരും ഒരേ മൈൻഡോടു കൂടി പ്രവർത്തിക്കണം. രണ്ടാമത്തത് റോൾ ക്ലാരിറ്റി. ഓരോരുത്തർക്കുമുള്ള റോൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണം. റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് രണ്ടും ശരിയായ വിധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളെ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുള്ളൂ. റോൾ ക്ലാരിറ്റിയിൽ റോൾ റെസ്പോൺസിബിലിറ്റിയും ഉണ്ടായിരിക്കണം. അപ്പോൾ റോൾ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആര് എന്ത് ചെയ്യണം എന്ന് വ്യക്തമായിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ കൺഫ്യൂഷനായിരിക്കും ഉണ്ടാവുക. ആരെന്ത് ചെയ്യണം, ആരെന്ത് ആക്ഷനാണ് ചെയ്യേണ്ടത് എന്നുള്ള റെസ്പോൺസിബിലിറ്റി അവിടെ ഫിക്സ് ചെയ്തിരിക്കണം. അപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാർക്കാണ് അത് റെസ്പോൺസിബിലിറ്റി വരുന്നതെങ്കിൽ ആരും അത് ചെയ്യില്ല, മറ്റേ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ ഒരു 10 പേരടങ്ങുന്ന ഒരു ടീമാണ് നമ്മൾ ഫോം ചെയ്യുന്നതെങ്കിൽ 10 പേരിൽ ഓരോ ആക്ഷനും ആരാണ് ചെയ്യേണ്ടത് എന്ന് വ്യക്തമായിട്ട് സ്പെസിഫൈ ചെയ്യാനും അത് റെഗുലേറ്റ് ചെയ്യാനും ഒരാളിൽ നിക്ഷിപ്തമായിരിക്കണം. എങ്കിൽ മാത്രമേ ആക്ഷൻസ് ശരിയായ വിധം നടക്കുകയുള്ളൂ. രണ്ടാമത്തെ അക്കൗണ്ടബിലിറ്റി ഈസ് ഫോർ റിസൾട്ട്സ്. ഇത് ആക്ഷനിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട്സ്, വിജയവും പരാജയത്തിൻ്റെ ഓണർഷിപ്പ് ഒരാൾക്കായിരിക്കണം. ഒന്നിൽ കൂടുതൽ ആൾക്കാർ അത് ക്ലെയിം ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരും പ്രവർത്തിക്കില്ല. ഞാൻ ഈ പ്രവൃത്തി ചെയ്തു, അതിൻ്റെ റിസൾട്ട് ഇത്രയും കിട്ടി, അതിൻ്റെ ഓണർഷിപ്പ് എനിക്കാണ് എന്ന് ഒരു വ്യക്തിക്ക് വ്യക്തമായി ക്ലെയിം ചെയ്യാൻ പറ്റണം. അതാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതിൻ്റെ റിസൾട്ടിൻ്റെ ബെനിഫിറ്റ് ആ ഒരു വ്യക്തിക്കായിരിക്കണം. അപ്പോൾ റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിൻ്റെ ഏറ്റവും അത്യാവശ്യമുള്ള റോൾ ക്ലാരിറ്റിയുടെ ഭാഗമാണ്. അത് വ്യക്തമായി ഡിഫൈൻ ചെയ്തിരിക്കണം. അടുത്തത് ട്രസ്റ്റ് കൾച്ചർ. പരസ്പര വിശ്വാസം എന്ന് പറയുന്നത് ഒരു ടീമിൻ്റെ അത്യന്താപേക്ഷിതമായ ഒരു ആവശ്യമാണ്. പരസ്പരം വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. പരസ്പരം മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കണമെങ്കിൽ പരസ്പരം വിശ്വാസം വേണം, ട്രസ്റ്റ് വേണം. അപ്പോൾ എങ്കിൽ മാത്രമേ നമുക്കൊരു സൈക്കോളജിക്കൽ സേഫ്റ്റി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമ്മൾ അത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ബ്ലെയിം കൾച്ചറാണ് ഉണ്ടാവുക. പരസ്പരം ബ്ലെയിം ചെയ്യും. പരസ്പരം ബ്ലെയിം ചെയ്യുന്നത് നല്ലൊരു കൾച്ചറല്ല. അത് നമ്മുടെ ടീമിൻ്റെ ഏകോപിച്ചുള്ള പ്രവർത്തനത്തെ അത് ബാധിക്കും. അപ്പോൾ ഐഡിയാസും ആക്ഷൻസുമാണ് നമ്മൾ വിൻ ചെയ്യേണ്ടത്, അല്ലാതെ ഈഗോ അല്ല. ആരെങ്കിലും ഈഗോ സെൻട്രിക്കായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കൺസിഡർ ചെയ്യുകയോ ടീമിൻ്റെ ഭാഗമാക്കുകയോ ചെയ്യരുത്. നമുക്കൊരു സൈക്കോളജിക്കൽ സേഫ്റ്റി വളരെ അത്യാവശ്യമുള്ള സംഗതിയാണ്. അപ്പോൾ അതാണ് ട്രസ്റ്റ് കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സിസ്റ്റമാണ്. സിസ്റ്റവും സ്ട്രക്ചറും വേണം. എന്തിനാണ് സിസ്റ്റവും സ്ട്രക്ചറും? നമുക്ക് ഈ ലക്ഷ്യബോധവും നമുക്ക് വേണ്ട ടാസ്കുകളും ടാർഗറ്റുകളും പരസ്പരം അസൈൻ ചെയ്യാൻ വേണ്ടി ഓരോരോ സമയം ഓരോരുത്തരെ ഫോൺ ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ അത് സിസ്റ്റത്തെ നല്ല രീതിയിൽ നടത്തില്ല. അതിനു വേണ്ടിയാണ് ശരിയായ മീറ്റിംഗ് സ്ട്രക്ചർ. എപ്പോൾ നമ്മൾ മീറ്റ് ചെയ്യും, ഇന്ന ദിവസങ്ങളിൽ, അപ്പോൾ വീക്ക്ലി മീറ്റിംഗ്, മന്ത്ലി മീറ്റിംഗ്, അങ്ങനെയുള്ള മീറ്റിംഗ് ഷെഡ്യൂളുകളുണ്ട്. ഈ ഷെഡ്യൂൾ അനുസരിച്ച് കൃത്യമായി 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ആഴ്ചയിലൊരിക്കൽ കൂടി ആ ആഴ്ചയിലുള്ള ആ നേട്ടങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് അത് എന്തൊക്കെ വീഴ്ചയാണ് വന്നതെന്ന് അസസ് ചെയ്ത് അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അപ്പോൾ അക്കൗണ്ടബിലിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അത് എൻഷുർ ചെയ്യുന്നത് മീറ്റിംഗ് ഷെഡ്യൂളിലൂടെയാണ്, സിസ്റ്റത്തിലൂടെയാണ്. അതുമാത്രമല്ല, ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കൃത്യസമയത്ത് അത് റിപ്പോർട്ട് ചെയ്യുകയും അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അപ്പോൾ ഒരു മീറ്റിംഗ് സ്ട്രക്ചർ, റിപ്പോർട്ടിംഗ് സിസ്റ്റം, ഡിസിഷൻ മേക്കിംഗ്, ആര് എന്ത് ഡിസൈഡ് ചെയ്യും എന്നുള്ളതിന് വ്യക്തമായ ഐഡിയ വേണം. എങ്കിൽ മാത്രമേ ഒരു ടീം അംഗത്തിന് ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിസിഷൻ അതോറിറ്റി എന്ന് പറയുന്ന ഒരു വ്യക്തിക്കായിരിക്കും. അദ്ദേഹത്തിൽ നിന്നുള്ള ഡിസിഷൻ പെർമിഷൻ കിട്ടിയതിന് ശേഷമേ ഇദ്ദേഹത്തിന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഡിസിഷൻ ആരെടുക്കും എന്ന് വ്യക്തമായ ഒരു ക്ലാരിറ്റി അവിടെ ഉണ്ടായിരിക്കണം, സിസ്റ്റം അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ മീറ്റിംഗ് സിസ്റ്റം, റിപ്പോർട്ടിംഗ് സിസ്റ്റം ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ഫ്രെയിം വർക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ആ ടീമിനകത്തുണ്ടെങ്കിൽ മാത്രമേ ആ ടീം ശരിയായ വിധം ഫങ്ഷൻ ചെയ്യും. ഏറ്റവും അവസാനത്തേതാണ് നമ്മളുടെ റിസൾട്ട്, പെർഫോമൻസ് നമ്മളെപ്പോഴും ഇവാലുവേറ്റ് ചെയ്യണം.
പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ഡിഫൈൻ ചെയ്യുന്നത്. എത്ര ഇപ്പോൾ ഒരു വെഹിക്കിൾ സെല്ല് ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ഒരാഴ്ച എത്ര വെഹിക്കിൾ സെല്ല് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്ത് എത്ര എണ്ണം സെല്ല് ചെയ്തു, എത്ര പേര് വിളിച്ചു, അപ്പോൾ എത്ര ലീഡുകൾ ജനറേറ്റ് ചെയ്തു, ഇത്തരം കാര്യങ്ങളെല്ലാം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട്. ഇപ്പോൾ ഫിനാൻഷ്യൽ കാര്യമാണെങ്കിൽ എത്ര റവന്യൂ ജനറേറ്റ് ചെയ്തു, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കി, എത്ര ക്യാഷ് നമ്മളെ മാർക്കറ്റിലാണ്, ഇത്തരം കാര്യങ്ങളെല്ലാം കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററായിട്ട് ഡിഫൈൻ ചെയ്ത് അത് പ്രിസൈസായിട്ട് ട്രാക്ക് ചെയ്യുക വേണം. റിവ്യൂ ചെയ്യണം, വീക്കിലി റിവ്യൂ ചെയ്യണം, മന്ത്ലി റിവ്യൂ ചെയ്യണം, ക്വാർട്ടർലി റിവ്യൂ ചെയ്യണം, ഇയർലി റിവ്യൂ ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കണ്ടിന്യൂസ് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവുകയുള്ളൂ. നമ്മൾ വാട്ട് വി മെഷർ ഗെറ്റ്സ് ഇംപ്രൂവ്ഡ്. നമ്മൾ മെഷർ ചെയ്യുന്നത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ് നമുക്ക് ഒരു സിസ്റ്റം ടീം മാസ്റ്റർ മൈൻഡ് ഉണ്ടാക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നത്. ഒന്ന്, വിഷൻ അലൈൻമെൻറ്റ് ഉണ്ടാക്കണം. ടീമിന് കോമൺ ആയിട്ട് ഒരു ലക്ഷ്യബോധം ഉണ്ടായിരിക്കണം. രണ്ടാമത്തത്, ടീം അംഗങ്ങൾക്ക് കൃത്യമായ റോൾ ക്ലാരിറ്റി ഉണ്ടാകണം. റെസ്പോൺസിബിലിറ്റിയും അക്കൗണ്ടബിലിറ്റിയും ഉണ്ടായിരിക്കണം. ഏത് ആക്ഷൻ ആര് ചെയ്യുമെന്നും അതിൻ്റെ റിസൾട്ട് ആർക്കാണ് അതിൻ്റെ ഓണർഷിപ്പ് എന്നും, വിജയിച്ചാലും പരാജയപ്പെട്ടാലും അതിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ് എന്നും വ്യക്തമായ റോൾ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. മൂന്നാമത്, പരസ്പര വിശ്വാസം ഉണ്ടായിരിക്കണം. പരസ്പര വിശ്വാസം ഉണ്ടായി ഓപ്പണായി സംസാരിക്കുന്നെങ്കിൽ മാത്രമേ ട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. മൂന്നാമത്തത്, സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. എന്തിനാണ്? ഒരു മീറ്റിംഗ് സ്ട്രക്ചർ ഉണ്ടാവണമെങ്കിൽ മാത്രമേ ഈ വിഷനും ഒബ്ജക്റ്റീവും ടാർഗറ്റും ഒക്കെ പരസ്പരം ഷെയർ ചെയ്യാനും മറ്റും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ഡിസിഷൻ ഫ്രെയിം സ്ട്രക്ചർ ഉണ്ടായിരിക്കണം, ഒരു റിവ്യൂ സ്ട്രക്ചർ ഉണ്ടായിരിക്കണം. അഞ്ചാമത്തത്, നമ്മളൊരു പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളാരും പെർഫോം ചെയ്യില്ല. അപ്പോൾ ഒരു പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക കൂടി വേണം. അപ്പോൾ ഈ 5 കാര്യങ്ങളാണ്, 5 സ്റ്റെപ്സാണ് നമ്മളൊരു ടീം മാസ്റ്റർ മൈൻഡ് ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ ഒരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ, മാസ്റ്റർ മൈൻഡ് ടീം വേണ്ടത് വിഷൻ വേണം. ആ വിഷനെ പറ്റി എല്ലാ വ്യക്തികൾക്കും വ്യക്തമായ ക്ലാരിറ്റി വേണം. പരസ്പരം ട്രസ്റ്റ് വേണം. സിസ്റ്റം ഉണ്ടാകണം. കളക്റ്റീവ് ആക്ഷനാണ് വേണ്ട, കളക്റ്റീവ് ആക്ഷൻ. അതിൽ നിന്നുമാണ് നമ്മൾ റിസൾട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ആക്ഷൻ ഇല്ലെങ്കിൽ റിസൾട്ട് ഇല്ല എന്നുള്ളതാണ്. പിന്നെയുള്ളത് കാൾ ടു ആക്ഷൻ. നിങ്ങൾ എന്ത് ചെയ്യണം? അനലൈസ് യുവർ ടീം. നിങ്ങൾ അംഗമായിട്ടുള്ള ടീമോ അല്ലെങ്കിൽ നിങ്ങളുടെ ടീമോ അനലൈസ് ചെയ്യണം. അതൊരു മാസ്റ്റർ മൈൻഡ് ടീമാണോ എന്നുള്ളത് ഈ മുകളിൽ പറഞ്ഞ 5 സ്റ്റെപ്പുകൾ അനലൈസ് ചെയ്തുകൊണ്ട് അതൊരു മാസ്റ്റർ മൈൻഡ് ടീമാണോ എന്ന് അനലൈസ് ചെയ്യുക. അതോ ഇതൊരു ഓർഡിനറി ടീമാണോ? വെറും 10 പേരോ 15 പേരോ ഒരുമിച്ചിരുന്ന് ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നു, പക്ഷേ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഓർഡിനറി ടീമാണ്. ചിലപ്പോൾ ഇതൊരു ടീമേ ആയിരിക്കില്ല, കംപ്ലീറ്റ് ഒരു കെയോസ് ആയിരിക്കും. പരസ്പരം ബ്ലെയിം ചെയ്ത് പരസ്പരം പഴിചാരി പ്രവർത്തനങ്ങളിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ ഒഴിഞ്ഞു മാറി നടക്കുന്ന കുറേ ആൾക്കാരുടെ ഒരു കൂട്ടമാണ് എന്നുണ്ടെങ്കിൽ അതൊരു ടോട്ടൽ കെയോസ് ആയിരിക്കും. അതിൽ നിന്നും റിസൾട്ട് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കെയോസിൽ നിന്നും ഒരു റിസൾട്ടും നമുക്ക് കിട്ടില്ല. കിട്ടിയാൽ തന്നെ നമുക്കൊരു പ്രഡിക്റ്റബിൾ ആയിരിക്കില്ല. ഓർഡിനറി ടീമിൽ നിന്നും വളരെ ചെറിയ റിസൾട്ട് മാത്രമേ കിട്ടുകയുള്ളൂ. അതേസമയം മാസ്റ്റർ മൈൻഡ് ടീമിൽ നിന്ന് നമുക്കൊരു എക്സ്ട്രാ ഓർഡിനറി റിസൾട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഒരു മാസ്റ്റർ മൈൻഡ് ടീം ഫോം ചെയ്യുന്നതിന് വേണ്ടി ഉള്ള 5 സ്റ്റെപ്സുകൾ. ഇത് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.